നമ്മൾ രാവിലെ ഇന്ത്യൻ ടീമിന് കിട്ടിയ സ്വീകരണത്തിന്റെ ദൃശ്യങ്ങളാണ് കണ്ടത്. വിമാനത്തിൽ നിന്നുള്ള ദൃശ്യങ്ങൾ, ഒപ്പം വിമാനത്താവളത്തിൽ അവരെ മണിക്കൂറുകളോളം കാത്തിരുന്ന ആരാധകർ, സുരക്ഷാ ഉദ്യോഗസ്ഥർ, അവരൊക്കെ എങ്ങനെ സന്തോഷം പങ്കിടുന്നു എന്നതാണ് നമ്മൾ കണ്ടത്. ഇനി ഇതിലും വലിയ സ്വീകരണ പരിപാടികളാണ് നടക്കാൻ പോകുന്നത്. മുംബൈയിൽ ട്രോഫിയുമായി തുറന്ന വാഹനത്തിൽ റോഡ് ഷോ നടക്കാനിരിക്കുകയാണ്. താരങ്ങൾ അവിടേക്കുള്ള യാത്രയിലാണ്. അല്പസമയത്തിനകം താരങ്ങൾ മുംബൈയിൽ എത്തും. അതിനുശേഷമാണ് ഈ റോഡ് ഷോ ആരംഭിക്കുക. വൈകിട്ട് മുംബൈയിലെ നരിമാൻ പോയിന്റിൽ നിന്നും വാങ്കഡെ സ്റ്റേഡിയം വരെയാണ് ഈ റോഡ് ഷോ നടക്കുക. തുറന്ന ബസ്സിൽ ടീം ലോകകപ്പ് ട്രോഫിയുമായി പര്യടനം നടത്തും. ആ നിമിഷങ്ങളിലേക്കുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ രാജ്യത്തെ താരങ്ങളുടെ ആരാധകർ, ഒപ്പം ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന എല്ലാവരും, ഒപ്പം ടീം ഇന്ത്യയുടെ ഈ നേട്ടത്തിൽ അഭിമാനിക്കുന്ന ഓരോ ഇന്ത്യക്കാരനും ഇനി ആ നിമിഷങ്ങൾ കാത്തിരിക്കുകയാണ്. എന്തായാലും വലിയ വരവേൽപ്പാണ് ലഭിച്ചത്. നമ്മൾ ആദ്യം കണ്ടത് വിമാനത്തിനുള്ളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. പ്രത്യേക ചാർട്ടേഡ് വിമാനത്തിലാണ് ഇന്ത്യൻ ടീം അംഗങ്ങൾ ഇവിടേക്ക് എത്തിയത്. AIC 24WC എന്ന പ്രത്യേക പേരിട്ട ചാർട്ടേഡ് വിമാനം, എയർ ഇന്ത്യ ചാമ്പ്യൻസ് 24 വേൾഡ് കപ്പ് എന്ന ആ വിമാനത്തിൽ നിന്നുള്ള ദൃശ്യങ്ങൾ. ഓരോ താരങ്ങളും ആ കപ്പിനെ എങ്ങനെയൊക്കെ താലോലിക്കുന്നു. അവർ സ്വപ്നം കണ്ട ആ വലിയ നേട്ടത്തിലേക്ക് എത്തുമ്പോൾ ആ ട്രോഫിയോടുള്ള അവരുടെ സ്നേഹപ്രകടനമൊക്കെയാണ് കാണുന്നത്. എന്തായാലും ഓരോ ആരാധകരെയും സംബന്ധിച്ച് അവർ എക്കാലവും ഓർക്കുന്ന ദൃശ്യങ്ങളാണ് ടീം അംഗങ്ങൾ നമുക്ക് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും രാവിലെ എത്തിയ ടീം അംഗങ്ങൾക്ക് വലിയ വരവേൽപ്പ് രാജ്യം നൽകി. അവിടെ മണിക്കൂറുകളോളം എയർപോർട്ടിലും മറ്റും ആളുകൾ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ഓരോ താരങ്ങളെയും കാണാൻ. അതിനുശേഷം അവർ ഹോട്ടലിലേക്ക് പോയി അല്പസമയത്തെ വിശ്രമം. അതിനുശേഷം പിന്നീട് പ്രധാനമന്ത്രിയുടെ വസതിയിൽ പ്രധാനമന്ത്രിക്കൊപ്പമായിരുന്നു ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ്. പ്രധാനമന്ത്രിയുടെ കൈകളിലേക്ക് രോഹിത് ശർമ്മയും ഒപ്പം രാഹുലും കൂടി നമ്മുടെ ട്രോഫി പ്രധാനമന്ത്രിക്ക് കൈമാറുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വർണ്ണശബളമായ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ടീമിന്റെ ആഹ്ലാദം കണ്ടു കഴിഞ്ഞു. ഇനി മുംബൈയിൽ നടക്കുന്ന റോഡ് ഷോയിലേക്കാണ് എല്ലാ കണ്ണുകളും. ടീം അല്പസമയത്തിനകം അവിടെ എത്തും. അവിടെ തുറന്ന വാഹനത്തിൽ അവർ സഞ്ചരിക്കും. ആരാധകരുടെ സന്തോഷത്തിൽ പങ്കുചേരും. അതിനുള്ള കാത്തിരിപ്പാണ്. പ്രധാനമന്ത്രിയുമായി നടന്ന രാവിലത്തെ കൂടിക്കാഴ്ചയുടെ ദൃശ്യങ്ങളിലേക്ക്. അംഗങ്ങളാണ് ടീം അംഗങ്ങളും സപ്പോർട്ടിംഗ് സ്റ്റാഫും ഉൾപ്പെടെ 70 പേരായിരുന്നു ബാർബഡോസിൽ കുടുങ്ങിയത്. മോശം കാലാവസ്ഥ മൂലം, കൊടുങ്കാറ്റ് മൂലം അവർ അവിടെ കുടുങ്ങിപ്പോയിരുന്നു. അവരുടെ യാത്ര നിശ്ചയിച്ച ദിവസങ്ങളിലൊന്നും നടന്നില്ല. അതിനുശേഷമാണ് ഇന്ന് ഈ ടീം അംഗങ്ങളും മറ്റ് സപ്പോർട്ടിംഗ് സ്റ്റാഫും ഉൾപ്പെടുന്ന 70 അംഗ സംഘം പ്രത്യേക ചാർട്ടേഡ് വിമാനത്തിൽ ഡൽഹിയിൽ എത്തിയത്. അവിടെ 6 മണിയോടുകൂടി അവർ എത്തി. അതിനുശേഷം ഹോട്ടലിൽ വിശ്രമിച്ചു. പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. അതിനുശേഷം അവർ മുംബൈയിലേക്കുള്ള യാത്രയിലായിരുന്നു. അല്പസമയത്തിനകം ടീം അംഗങ്ങൾ മുംബൈയിലെത്തും. വൻ വരവേൽപ്പ് അവിടെയും കാത്തിരിക്കുകയാണ്. അതിനുശേഷം നരിമാൻ പോയിന്റ് മുതൽ വാങ്കഡെ സ്റ്റേഡിയം വരെയുള്ള റോഡ് ഷോ നടക്കും. പിന്നീട് BCCIയുടെ ഈ സമ്മാന തുക ഉൾപ്പെടെ കൈമാറുന്ന ചടങ്ങുകളും ഇന്ന് നടക്കും. വലിയ രീതിയിൽ ആരാധകർ കാത്തിരിക്കുന്ന നിമിഷങ്ങളിലേക്കാണ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഇന്ത്യൻ ടീം അല്ല എങ്കിൽ പോലും അർജന്റീന ലോകകപ്പ് നേടിയപ്പോൾ അവിടെ വലിയ സ്വീകരണം, മെസ്സിയും സംഘവും ഒക്കെ തുറന്ന വാഹനത്തിൽ പോകുന്നത് കണ്ടിരുന്നു. അതിന് സമാനമായ ദൃശ്യങ്ങൾ ഇന്ത്യയിൽ നിന്ന്, ഇന്ത്യയുടെ വേൾഡ് കപ്പ് വിജയത്തിൽ നിന്നുണ്ടാവുകയാണ്. പതിറ്റാണ്ടുകൾക്ക് ശേഷമുള്ള ആ സുന്ദര നിമിഷങ്ങൾ കാത്തിരിക്കുകയാണ് എല്ലാവരും.